Hello my dears, in today's class we are going to deal with the history of English language. As you all know that language is an indispensable part of our human life and is as familiar to us as our daily breath, right? So let us begin our chapter with the definition of language. Edward Sapir defines language as a purely human and non-instinctive method of communicating ideas, emotions and desire by means of a system of voluntarily produced symbols. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? വി ക്യാൻ ഡിസ്ക്രൈബ് ലാംഗ്വേജ് എസ് എ മീൻസ് ഓഫ് എക്സ്പ്രസിങ് ഹ്യൂമൻ തോട്ട്. നമ്മുടെ ഹ്യൂമൻ തോട്ട്സുകളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വോളണ്ടറിലി പ്രൊഡ്യൂസ്ഡ് സിമ്പിൾസ് ഇൻവോൾവ് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ത്രൂ ലാംഗ്വേജ് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് അവർ ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഡിസയർ വിത്ത് അതർ പീപ്പിൾ, റൈറ്റ്? ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പം ലാംഗ്വേജ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഇന്നത്തെ ഈ ഒരു സിസ്റ്റം ഓഫ് ലാംഗ്വേജ് എല്ലാ ദിവസവും നമുക്കറിയാം, നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റിലൂടെ ഒരുപാട് പ്രോസസ്സിലൂടെ മാറിയാണ് ഇന്നത്തെ ഏജിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്? ഏതൊക്കെ പ്രോസസ്സാണ്, ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിലൂടെയാണ് അത് കടന്നു വന്നത്? എന്താണ് ലാംഗ്വേജ് എങ്ങനെ ഫോം ചെയ്തു? ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഫാക്ടേഴ്സ്. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഹ്യൂമൻ ലാംഗ്വേജും ആനിമൽ ലാംഗ്വേജും, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ആനിമൽ കമ്മ്യൂണിക്കേഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജിനെ ഇവോൾവ് ചെയ്യാനായിട്ടുണ്ടായ പ്രോസസ്സിനെ പറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. ആൻഡ് ബിഫോർ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ്. ഹിയർ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ്. ദേ ആർ: ഫസ്റ്റ് വൺ ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്, arbitrariness, duality or double articulation, productivity or creativity or open-endedness, cultural transmission and discreteness. So what do you mean by displacement? It is the property of human language that allows the users of language to talk about the things and events which are not present in the immediate environment. നമ്മൾ എപ്പോഴും സംസാരിക്കാറില്ലേ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ആൻഡ് ഓൾസോ വി ടോക്ക് അബൌട്ട് ദി അബ്സ്ട്രാക്ട് ഐഡിയാസ് ലൈക്ക് ഹെവൻ, ഹെൽ. അങ്ങനെ അബ്സ്ട്രാക്റ്റ് ഐഡിയാസിനെ കുറിച്ചും നമ്മുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റിൽ പ്രസൻ്റ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറില്ലേ ലാംഗ്വേജ് യൂസ് ചെയ്ത്? അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആർബിട്രറിനെസ്. In human language, there is no concrete connection between a linguistic symbol and the object it represents. Linguistic symbol means a word and the object which it represents is the meaning. If you take the word tree എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുക, അതെന്ന് പറയുന്നത് ഏതൊക്കെ ഫോണീംസിൻ്റെ കോമ്പിനേഷനാണ്? ട്, റ് ആൻഡ് ഇ. ഇത്രയും ഫോണീംസിൻ്റെ കോമ്പിനേഷനാണ് ട്രീ എന്ന് പറയുന്ന വേർഡ്. പക്ഷേ വെൻ വി ഹിയർ ദ വേർഡ് ട്രീ, ഇമ്മീഡിയറ്റ്ലി ആൻ ഇമേജ് ഓഫ് ദ ഒബ്ജെക്റ്റ് കംസ് ടു അവർ മൈൻഡ്, റൈറ്റ്? നമ്മൾ ട്രീ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഒരു ഇമേജാണ് വരുന്നത്. ഹൗവർ വാട്ട് എ വേർഡ് മീൻസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. ഒരു വേർഡ് എന്താണോ മീൻ ചെയ്യുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലിംഗ്വിസ്റ്റിക് ഫോംസ് ആൻഡ് ഇറ്റ്സ് മീനിങ് ഡിഫേഴ്സ് ഫ്രം വൺ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി ടു another. So now let us talk about duality or double articulation. What do you mean by duality or double articulation? Human languages organized at two levels simultaneously. രണ്ട് ലെവലിലാണ് simultaneously ആണ് ഹ്യൂമൻ ലാംഗ്വേജിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ് ഇസ് കോൾഡ് ഡ്യുവാലിറ്റി. ഈ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഉള്ള രണ്ട് ലെവലിനെയാണ് നമ്മൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. ദർ ഇസ് എ ഫിസിക്കൽ ലെവൽ അറ്റ് വിച്ച് വി ക്യാൻ പ്രൊഡ്യൂസ് ഇൻഡിവിജ്വൽ സൗണ്ട്സ് ആൻഡ് ഫോണീംസ് ആൻഡ് ദ സെമാൻറ്റിക് ലെവൽ വേർ വി ക്യാൻ കമ്പൈൻ ദീസ് സൗണ്ട്സ് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മീനിങ്. സോ ദ വൺ ഈസ് physical level and the other is semantical level. So we are having two levels in language. That is why it had the characteristics of duality and double articulation. What do you mean by productivity, creativity or open-endedness? Our languages are open-ended, creative and modifiable. As you all know that we can modify our language to a great extent and it has the capacity to constantly create new expressions to describe new objects and situations. നമ്മുടെ ലാംഗ്വേജ് വളരെ ക്രിയേറ്റീവ് ആണ്. ഏത് രീതിയിലും നമുക്കതിനെ മോഡിഫൈ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും പുതിയ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ പുതിയ ഒരു ന്യൂ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുവാനോ നമുക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർ ദിസ് ഹ്യൂമൻ ലാംഗ്വേജ് യൂസ് ഫൈനൈറ്റ് റിസോഴ്സസ് അവൈലബിൾ ടു ദം. എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ അതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് പുതിയ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാനോ പറ്റും. ദാറ്റ് ഇസ് വൈ വി ക്യാൻ സേ ദാറ്റ് അവർ ലാംഗ്വേജ് ഈസ് എ കൈൻഡ് ഓഫ് productive, creative and open-ended system.
കൾച്ചറൽ ട്രാൻസ്മിഷൻ. വാട്ട് ഡു യു മീൻ ബൈ കൾച്ചറൽ ട്രാൻസ്മിഷൻ? നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് കൾച്ചറലി ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മളൊരു മുറിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു കാട്ടിൽ കൊണ്ടുവന്ന്, പണ്ട് മൗഗ്ലീനെയൊക്കെ നമ്മൾ മൗഗ്ലിയുടെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ കാട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സംസാരിക്കുവാനോ ഒരു അവസരം കിട്ടുന്നില്ല. അതിന് കൾച്ചറലി ലാംഗ്വേജ് ട്രാൻസ്മിറ്റഡ് ആയി വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഭാഷ സംസാരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കൾച്ചറലി ട്രാൻസ്മിറ്റഡ് ആണ്. ഹ്യൂമൻ ലാംഗ്വേജ് ഈസ് കൾച്ചറലി ട്രാൻസ്മിറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ലാംഗ്വേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു another. If a child raised without any human contact, it will not instinctively produce language, as I said earlier, right? മനസ്സിലായോ? അതായത് ഒരു കുട്ടിയെ നമ്മൾ യാതൊരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കാതെ ഒറ്റയ്ക്കൊരു മുറിയിൽ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ he or she cannot instinctively produce our language. That is why it is known as cultural transmission. It is one of the important characteristics of our language. The final one is discreteness. As you all know that the sound in a language are meaningfully distinct. നമുക്കറിയാം സൗണ്ട് ഒരു ലാംഗ്വേജിൽ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വേർഡ് ഇപ്പം ഞാൻ പിൻ എന്ന് പറയുന്ന വേർഡിൻ്റെ പ് എന്ന് പറയുന്ന സൗണ്ട് മാറ്റി അവിടെ ട് എന്ന് പറയുന്ന സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ പിൻ എന്നുള്ള വേർഡ് ടിന്നായി മാറുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബിക്കം ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. പുതിയൊരു ഒബ്ജക്റ്റായി മാറുകയാണ്. ഇപ്പോൾ ഒരു വേർഡിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വേർഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുതിയൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പുതിയ ഒരു മീനിങ് ആയി മാറുകയാണ്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദാറ്റ് ദ സൗണ്ട്സ് ഇൻ ലാംഗ്വേജ് ആർ മീനിങ്ഫുള്ളി ഡിസ്റ്റിങ്ക്ട്, വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു ദ ഡിസ്റ്റിങ്ഷൻ ഇൻ മീനിങ്. This property of language is known as discreteness. So the characteristics of human language includes, the first one is displacement, second one is arbitrariness, duality or double articulation, productivity, creativity or open-endedness, cultural transmission, and then discreteness. So now let us move on to the flux in language. എന്താണ് ഫ്ലക്സ്? ചേഞ്ചസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലക്സിലൂടെയും ചേഞ്ചസിലൂടെയുമാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് സംതിങ് റിലേറ്റഡ് ടു ഫ്ലക്സ് ഇൻ ലാംഗ്വേജ്. Languages are born, they grow and can die. Languages usually die because of competition from another language. A living language is one that has living speakers. Example, English, Malayalam, French, etc. A language becomes extinct when it is directly replaced by different language. For example, as a result of colonization, some Native American languages were replaced by English, French, Spanish, Dutch, etc. ഒരു ലാംഗ്വേജ് ഫോം ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ആ ലാംഗ്വേജ് ഫോം ആയി കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും അത് ഭയങ്കരമായി ഗ്രോ ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മൾ ആ ലാംഗ്വേജ് കുറേ കാലങ്ങളായി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആവുകയും ചെയ്യും. ലാംഗ്വേജസ് മരിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാത്ത അവസ്ഥ എപ്പോഴാണ്? ഒന്നുകിൽ മറ്റൊരു ലാംഗ്വേജ് വന്ന് അതിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ലാംഗ്വേജിൻ്റെ കോമ്പറ്റീഷൻ വരുമ്പോൾ. രണ്ടും സെയിം തന്നെയാണ്. ലിവിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ, അതായത് ആളുകൾ സംസാരിക്കാനുണ്ട് ആ ഭാഷയ്ക്ക്, അതിനെയാണ് ലിവിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് ലിവിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജിനെ എക്സ്റ്റിങ്ക്റ്റ് ആവുക എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് അതിനെ വന്ന് അതിനെ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലാംഗ്വേജ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഫോർ എക്സാമ്പിൾ, ആസ് എ റിസൾട്ട് ഓഫ് കോളനൈസേഷൻ്റെ ഒക്കെ സമയത്ത് നേറ്റീവ് അമേരിക്കൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ വന്നപ്പോഴത്തേക്കും ആ നേറ്റീവ് അമേരിക്കൻ ലാംഗ്വേജ് എക്സ്റ്റിങ്ക്റ്റ് ആയി. അതൊരു പരിവർത്തനമാണ്, അതൊരു ചേഞ്ചാണ്. കാലാകാലങ്ങളായ ലാംഗ്വേജിന് വന്നിട്ടുള്ള ചേഞ്ചസിൽ ഉൾപ്പെടുന്നവയാണ് ഇതൊക്കെ. An extinct language will no longer have any speakers or any written use. In contrast, a dead language, though not spoken anymore, may remain in use for scientific, legal or ecclesiastical functions. For example, Biblical Hebrew, Pali, Sanskrit and Classical Latin are a few dead languages, but that are still used as sacred languages. എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? സംസാരിക്കാൻ ആളില്ല, ഇങ്ങനൊരു ഭാഷ ഉണ്ടായിരുന്നു എന്നായിട്ട് പോലും പറയുന്നതല്ലാതെ സംസാരിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആയി, അത് അന്യം നിന്ന് പോയി എന്ന് നമുക്ക് പറയാം.
ഒരു ഡെഡ് ലാംഗ്വേജ്, അതിപ്പം ആളുകൾ സംസാരിച്ചില്ല എങ്കിൽ പോലും ചില ലാംഗ്വേജിനെ ഇപ്പോഴും സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിനെ ഇപ്പോഴും സൂക്ഷിച്ച് വെക്കാറുണ്ട്. അത് സംസാരിച്ചില്ലെങ്കിൽ പോലും അതിപ്പോഴും ഇങ്ങനെ സയൻറ്റിഫിക് ലീഗൽ റിലീജിയസ് വർക്കിന് വേണ്ടി അത് മാറ്റി വയ്ക്കാറുണ്ട്. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഹെബ്രു അല്ലെങ്കിൽ പാലി, സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാറ്റിൻ, ഇതെല്ലാം ഡെഡ് ലാംഗ്വേജ് ആണെങ്കിൽ പോലും എന്താ പറയുക, സീക്രട്ട് ലാംഗ്വേജ് ആയിട്ട് അതിന് ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇതുവരെ നമ്മൾ എന്താണ് നോക്കിയത്? We have discussed about the definition given by Edward Sapir about language. Then we look into the characteristics of language. After that, we discussed about the fluxal language. And now we are going to deal with the difference between human communication and animal communication. നമുക്കറിയാം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും ആനിമൽ കമ്മ്യൂണിക്കേഷനും സെയിം അല്ല. ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഹ്യൂമൻ ബീങ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ബാക്കി എല്ലാവരും ഓരോ രീതിയിലുള്ള ലാംഗ്വേജിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. മൃഗങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ സംസാരിക്കുന്നത്? ചില ആളുകൾ മൃഗങ്ങളെപ്പോലെ തന്നെ സംസാരിക്കുന്നവരുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം അതിനെക്കുറിച്ച്. ആനിമൽ കമ്മ്യൂണിക്കേഷനും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും നല്ല രീതിയിലുള്ള എഫിഷ്യൻ്റ് ആയിട്ട്, though animals do communicate efficiently, but their communication stands in contrast to that of the human beingsil നിന്ന് ഡിഫറെൻ്റ് ആക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ആനിമൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്. Now let us begin our differentiation. Look into this table. The first one is, we can start with human communication. Employs arbitrary symbols and has infinite potential, can express abstract ideas. A word or sign may have many meanings, and the final one is, it is culturally transmitted. ആദ്യത്തെ എന്താണ്? ആർബിട്രറി സിമ്പിൾസ്. നമുക്ക് പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഹെവനെ കുറിച്ചും ഹെല്ലിനെ കുറിച്ചും എത്ര വേണേലും ചിന്തിക്കാം, ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. പിന്നീട് നമുക്ക് അബ്സ്ട്രാക്റ്റ് ഐഡിയാസിനെ കുറിച്ചും, അബ്സ്ട്രാക്റ്റ് ഐഡിയ, ഈ ഹെവൻ ഹെൽ ഐഡിയാസിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ വേർഡ് ഓർ സൈൻ മേ ഹാവ് മെനി മീനിങ്സ്. നമ്മുടെ ഒരു വേർഡിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈനിനും പല മീനിങ്സ് ഉണ്ട്. നമ്മുടെ ഒരു നോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ആ നോട്ടത്തിൽ പോലും പല അർത്ഥങ്ങളാണുള്ളത്. ആൻഡ് ഇസ് കൾച്ചറലി ട്രാൻസ്മിറ്റഡ്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹ്യൂമൻ ലാംഗ്വേജ്. ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കുട്ടീനെ മനുഷ്യരാരുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാതെ ഒരു സ്ഥലത്ത് കൊണ്ട് വർഷങ്ങളോളം ഇട്ട് കഴിഞ്ഞാൽ he or she can't produce language instinctively. ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആനിമൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ എന്താണ്? does not employ arbitrary sounds or symbols and hence has only limited potential, can only respond to the context or stimuli. Every sign has only one meaning and it is biological. അതായത് ആനിമൽസിന് ഇതുപോലെ ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെയുള്ള ആർബിട്രറി സൗണ്ട്, സിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, ഒരു സ്റ്റിമുലൈ ഉണ്ടായാൽ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ മാത്രമേ അത് എന്തെങ്കിലും രീതിയിലുള്ള അതിനൊരു സ്റ്റിമുലൈ കൊടുത്താൽ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്യുള്ളൂ. എവറി സൈൻ ഹാസ് ഓൺലി വൺ മീനിങ്. പട്ടിക്കുട്ടി അല്ലെങ്കിൽ ഏത് മൃഗം ആവട്ടെ, ഏത് അനിമൽ, ഇപ്പം നമ്മൾ ഡോഗിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാലാട്ടി കാണിച്ചതിന് ഒരു അർത്ഥമേ ഉള്ളൂ, സ്നേഹം കാണിക്കുന്നതാണെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ വേർഡ്സിനും സയൻസിനും ഒരുപാട് ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ളതുപോലെ ആനിമലിൻ്റെ സയൻസിനും വേർഡ്സിനും മീൻസ് അവരുടെ സയൻസിനും സിമ്പിൾസിനും ഒക്കെ ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ. സിമ്പിൾസ് അല്ല, സയൻസ്. ആ പട്ടിക്കുട്ടി ഇപ്പോൾ വാലാട്ടി കാണിച്ചതിന് സ്നേഹം എന്നൊരു അർത്ഥമേ ഉള്ളൂ, അല്ലാണ്ട് അതിന് വെറൈറ്റി ഓഫ് മീനിങ്സ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഒരു മുറിയിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പൂച്ചക്കുട്ടീനെയോ പട്ടിക്കുട്ടീനെയോ ഏത് ആനിമലിനെ ആണെങ്കിൽ പോലും നമ്മൾ എത്ര വർഷം കൊണ്ടുവന്ന് എവിടെ കൊണ്ടിട്ടാലും പൂച്ചക്കുട്ടി മ്യാവും മ്യാവുന്നേ പറയുള്ളൂ, അല്ലാണ്ട് ബൗ ബൗ എന്ന് പറയാൻ പോകുന്നില്ല. അതാണ് അവർ ബയോളജിക്കലാണ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Now we are going to discuss about the origin of language theories. What was the first language? How did language begin? Where and when? So here we are going to discuss about 7 of the oldest and most common theories of how language began. The first one is bow wow theory, Pooh theory, ding dong theory, yo-hi-ho theory, gesture theory, mouth gesture theory, musical theory and contact theory. ബൗ വൗ തിയറി എന്താണ്? പണ്ട് ലാംഗ്വേജ് ഒക്കെ ഫോം ചെയ്യുന്നതിന് മുൻപായി നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അവർ കേൾക്കുന്ന നാച്ചുറൽ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഓണമറ്റോപിക് വേർഡ്സ് എന്താണ്? ദ ഫോർമേഷൻ ഓഫ് വേർഡ്സ് ഫ്രം എ സൗണ്ട് അസോസിയേറ്റഡ് വിത്ത് വാട്ട് ഈസ് നെയിംഡ്.
ഇപ്പോൾ കുക്കു, കുയിലിൻ്റെ ശബ്ദം, കുക്കു എന്നാണ് അതിൻ്റെ ആ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് അതിനെ പിന്നെ കുക്കു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പണ്ട് അവർ കേൾക്കുന്ന എല്ലാ സൗണ്ട്സിനെയും അവർ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മുടെ ബൗവോ തിയറിയിൽ പറയുന്നത്. ദിസ് തിയറി states that language began when our ancestors started imitating the natural sounds around them. The first speech was onomatopoeic, marked by echoic of words, that is splash, hiss, pop, cuckoo, bang, etc. ഇപ്പോൾ സ്പ്ലാഷ്, വെള്ളം വീഴുമ്പോൾ സ്പ്ലാഷ്. അതുപോലെ നമ്മൾ ചില മൃഗങ്ങൾ, ഇപ്പം പാമ്പിനെ കാണുമ്പോൾ ഹിസ് ഹിസ് എന്ന സൗണ്ടായിരുന്നു അവർ ആദ്യം യൂസ് ചെയ്തത്. അപ്പം സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന തിയറിയാണ് ബൗവോ തിയറി. പൂ തിയറി എന്താണ്? മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ ഒരിടത്ത് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീണുടങ്ങി നമ്മൾ അയ്യോ എന്ന് പറയില്ലേ? അപ്പം നമ്മുടെ ഒരു സങ്കടം എന്ന് പറയുന്ന ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഈ അയ്യോ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം വരുമ്പോൾ ഔച്ച്, ഇപ്പം സന്തോഷവും അത്ഭുതവും ഒക്കെയാണ് വരുന്നതെങ്കിൽ വാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെയുള്ള ടേംസിനെ റിലേറ്റ് ചെയ്യുന്നതാണ് പൂ തിയറിയിൽ. ദിസ് തിയറി ആർഗ്യൂസ് ദാറ്റ് ലാംഗ്വേജ് അറൗസസ് ഫ്രം ഇൻസ്റ്റിങ്ക്റ്റീവ് ഇമോഷണൽ ക്രൈസ് എക്സ്പ്രസീവ് ഓഫ് പെയിൻ ഓർ ജോയ്, or in other words we can say that this theory holds that speech began with interjunctions, spontaneous cries of pain such as ouch and surprise, oh, wow, expressive of some emotional state. നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള വേർഡ്സ്, നമ്മുടെ സങ്കടം, സന്തോഷം, ദേഷ്യം എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടേംസ് ആണിത്. പൂ തിയറി വിച്ച് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എൻ എക്സ്ക്ലമേഷൻ ഓഫ് ഡിസ്കോസ്. പൂ എന്ന് പറയുന്ന ടേം അത് തന്നെ യൂസ് ചെയ്തത് എന്താ, കണ്ടംപ്റ്റ് അല്ലെങ്കിൽ ഡിസ്കസ്റ്റ് എന്ന ഒരു ഇമോഷനെയാണ് അത് ക്യാരി ചെയ്തത്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് പൂ തിയറി എന്ന പേര് വന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ പൂ തിയറി എന്താണെന്ന്. രണ്ട് തിയറീസ് നമ്മൾ നോക്കി, ബൗവോ തിയറി, പൂ തിയറി. ദെൻ കംസ് ഡിങ് ഡോങ് തിയറി. ഡിങ് ഡോങ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരു താളമാണത്. ഡിങ് ഡോങ്, നമ്മൾ പണ്ട് ഡിങ് ഡോങ് ബെൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ദിസ് തിയറി വാസ് അഡ്വാൻസ്ഡ് ബൈ ദി ജർമ്മൻ സ്കോളർ ആൻഡ് ഫിലോളജിസ്റ്റ് മാക്സ് മുള്ളർ. ഈ തിയറി അസോസിയേറ്റ് ചെയ്തത് നമ്മുടെ മാക്സ് മുള്ളർ എന്ന് പറയുന്ന ജർമ്മൻ സ്കോളറിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ലാംഗ്വേജ് ഹാസ് ഒറിജിനേറ്റഡ് ഇൻ ദി സെൻസ് ഓഫ് റിതം ഇനേറ്റ് ഇൻ മാൻ. ഒരു താളത്തിലൂടെയാണ് ലാംഗ്വേജ് ഫോം ചെയ്തത്. ബൗവോ തിയറിയിൽ പറയുന്നത് സൗണ്ടിൻ്റെ ഇമിറ്റേഷൻ ആണ് എന്നതാണ്. ബൗവോ തിയറിയിൽ പറയുന്ന ഒരു ലാംഗ്വേജ് ഫോം ചെയ്തത് സൗണ്ടിൻ്റെ ഇമിറ്റേഷനിലൂടെയാണെന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് സൗണ്ടിനേക്കാളും അതിൻ്റെ റിതമാണ് ഇമിറ്റേറ്റ് ചെയ്തത് എന്നതാണ്. This theory stresses the rhythmic nature of universe and the sense of rhythm innate in human beings, and it is based on man's tendency to imitate not sounds but movements in nature. ഒരു താളത്തിലൂടെ, പേര് പോലെ തന്നെ, ഇപ്പോൾ ഈ ഡിങ് ഡോങ് എന്ന് പറയുന്ന ടേം മരങ്ങളൊക്കെ നമ്മുടെ കാറ്റിലിങ്ങനെ അത് ഉലയുന്നത് ഡിങ് ഡോങ് എന്ന താളത്തിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ തിയറിയിലും പറയുന്നത്. നേച്ചർ, താളത്തിലൂടെയാണ് ലാംഗ്വേജ് ഫോം ചെയ്തത്. ഓരോ നാട്ടിലും ഓരോ പ്രത്യേക ഈണത്തിലല്ലേ പല ഭാഷകളും പറയുന്നത്. ആ കാര്യമാണ് ഡിങ് ഡോങ് തിയറിയിൽ പറയുന്നത്. So the next theory is gesture theory. It was advanced by William Wundt and Richard Paget. They believed that every human gesture is followed by the movements of tongue, the lips and jaws. According to Wundt, most primitive means of communication among human beings was by the means of gesture made with hand. And the upholders of theory argue that a gesture by hand is usually accompanied by corresponding movement of the vocal organs also. Thus, in course, a man is supposed to have passed from sign language to spoken language. ഈ തിയറി മറ്റൊന്നുമല്ല, ജസ്റ്റർ തിയറി. ജസ്റ്റർ എന്ന് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, നമ്മൾ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വില്യം വൂണ്ടും റിച്ചാർഡ് പേജറ്റുമായിരുന്നു. അവർ പറയുന്നത് തന്നെ, വില്യം വൂണ്ട് പറയുന്നത് ഏറ്റവും പ്രിമിറ്റീവ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെങ്കിലും ജസ്റ്റേഴ്സ് തന്നെയായിരിക്കും. ജസ്റ്റർ ഉപയോഗിച്ച്, എസ്പെഷ്യലി നമ്മൾ ഹാൻഡ് ഉപയോഗിച്ചായിരിക്കും ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പിന്നീട് നമ്മുടെ വോക്കൽ ഓർഗൻസും കൂടെ അതിൽ ഇൻവോൾവ് ആവുകയും അങ്ങനെ സൈൻ ലാംഗ്വേജിൽ നിന്ന് സ്പോക്കൺ ലാംഗ്വേജിലോട്ട് എത്തിയത് ഈ ജസ്റ്റർ കമ്മ്യൂണിക്കേഷൻ വഴി തന്നെയാണ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇത് ഈസി ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇതുവരെ നമ്മൾ ഏതൊക്കെ തിയറിയാണ് നോക്കിയത്? ബൗവോ തിയറി, പൂ തിയറി, ഡിങ് ഡോങ് തിയറി, ജസ്റ്റർ തിയറി. ആൻഡ് ഹിയർ കംസ് അവർ യോഹിഹോ തിയറി. യോഹിഹോ തിയറി ഒരു പ്രയാസവും ഉള്ള തിയറിയല്ല. നമ്മുടെയൊക്കെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു വലിയ മരം മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ മുറിച്ചിട്ട മരമൊക്കെ ഇങ്ങനെ ഷോൾഡറിൽ വെച്ച് 2-3 ആൾക്കാർ ഇങ്ങനെ പോകുമ്പം അവർ പല ടൈപ്പ് ഓഫ് സൗണ്ട്, ഒരു താളത്തിൽ, ഈണത്തിൽ അവരൊരു സൗണ്ട്, ഒരു ടേംസ് പറയാറില്ലേ? ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഐലസ എന്നൊക്കെ പറഞ്ഞാൽ പോവില്ലേ? ആ സെയിം കാര്യമാണ് യോഹിഹോ തിയറിയിൽ. ദിസ് തിയറി വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ദി 19th century scholar നോയർ. He emphasized that
Language has been formed from the words uttered by group of people engaged in joint burdensome labor. While engaged in heavy tasks such as lifting an object or pushing it or cutting a big tree, people make some sort of yo-hi-ho noise in order to make themselves feel at ease to a certain extent. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഭയങ്കര ഭാരമേറിയ ജോലി ഒരു കൂട്ടത്തോടെയുള്ള ആൾക്കാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഭാരം കുറയ്ക്കാനായിട്ടും അവരതിലൊന്ന് എൻഗേജ്ഡ് ആവാൻ അവർ പല താളത്തിലുള്ള ടേംസ് യൂസ് ചെയ്യും. അതിനെക്കുറിച്ചാണ് യോ-ഹി-ഹോ തിയറിയിൽ പറയുന്നത്. So the next theory is sing-song theory or musical theory, and it was put forwarded by Otto Jespersen. He argued that primitive languages was more passionate and musical than later languages. It used tone and pitch to a great deal and had wider range of മ്യൂസിക്കൽ ഇൻ്റർവെൽസ്. അതായത് പഴയ ഭാഷ, പണ്ട് കാലത്തെ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക താളത്തിലും മയത്തിലുമൊക്കെ ഉള്ളതായിരുന്നു ഇപ്പോഴത്തെ ലാംഗ്വേജിനേക്കാളും. കൂടാതെ ഒരു പ്രത്യേക തരം മ്യൂസിക്കൽ ഇൻ്റർവെൽസ് ഒക്കെ അതിനകത്തുണ്ട്. നമ്മുടെ ഇമോഷൻസ്, എസ്പെഷ്യലി ലവ് ആൻഡ് ജോയ്, അതിനൊക്കെയുള്ളൊരു റിയാക്ഷൻ പോലെയായിരുന്നു ഈ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്. മ്യൂസിക്കൽ ഫോം ഓഫ് ലാംഗ്വേജിനെ കുറിച്ചാണ് മ്യൂസിക് തിയറിയുടെ അകത്ത് പറയുന്നത്. So the final one is contact theory. This theory argues that language developed through a series of stages. ഇതിന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നും വേണ്ട, ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന ഒരു തിയറിയാണ് കോണ്ടാക്ട് തിയറി എന്നുള്ളത്. First came the contact sound which expressed the individual's need to communicate. Next came the communicative cry which demanded the satisfaction of some need. Finally came the word which has symbolic function and is found only in man. അതാണ് കോണ്ടാക്ട് തിയറി. അതായത് ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതാണ്. ആദ്യം നമുക്ക് സംസാരിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്ന ആ ഒരു കോണ്ടാക്ട്, മനസ്സിലായില്ലേ? ദ ഇൻഡിവിജ്വൽസ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്, അതാണ് ആദ്യത്തെ സ്റ്റേജ്. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ സാറ്റിസ്ഫാക്ഷനെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്. സോ നമ്മുടെ ഒറിജിൻ ഓഫ് തിയറീസ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ബൗ തിയറിയിൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഓണമറ്റോപിക് വേർഡ്സിൻ്റെ കാര്യം പറയുന്നത്. പൂ തിയറിയിൽ നമ്മുടെ പ്ലഷർ, ജോയ്, ഇമോഷൻസ് ഒക്കെ നമ്മൾ ഓ, ഔച്ച്, വാവ് എന്നൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അത് വരുന്നത്. ഡിങ് ഡോങ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ഒരു താളത്തിലാണ് പോകുന്നത്, സൗണ്ട് അല്ല ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഋതമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. ജസ്റ്റർ തിയറി എന്തായിരുന്നു? നമ്മുടെ ഹാൻഡിലി മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സൈൻ ലാംഗ്വേജിൽ നിന്നാണ് സ്പോക്കൺ ലാംഗ്വേജിൽ എത്തിയെന്ന് പറയുന്നത്. യോ-ഹി-ഹോ തിയറി എന്ന് പറയുന്നത് നമ്മൾ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേർഡൻസ് കുറയ്ക്കാനായി നമ്മൾ യൂസ് ചെയ്യുന്നത് യോ-ഹി-ഹോ എന്നൊക്കെ പറയില്ല, ഐലസ എന്ന് പറയുന്ന പോലത്തെ ടേംസിൻ്റെ കാര്യം പറയുന്നത്. സിങ് സോങ് തിയറി എന്ന് പറയുന്നത് ഓട്ടോ യെസ്പേഴ്സൺ കൊണ്ടുവന്ന തിയറിയാണ്. ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത് സോങ്സും അതിൻ്റെ റിയാക്ഷൻ, ലവ്, ജോയ്, അതിനോടൊക്കെയുള്ള റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നതാണ്. കോണ്ടാക്ട് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു വരുന്ന തിയറിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഒറിജിൻ ഓഫ് തിയറീസിലുള്ളത്. അപ്പം നമ്മൾ ഇതുവരെ ലാംഗ്വേജ് എന്താണെന്ന് നോക്കി, തിയറീസ് നോക്കി, ഫ്ലക്സ് നോക്കി, ഹ്യൂമൻ ആനിമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻസിയേഷൻ ഒക്കെ നോക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാംഗ്വേജ് ഫാമിലീസ്. മേജർ ലാംഗ്വേജ് ഫാമിലീസ് ഏതൊക്കെയാണ്? സെമിറ്റിക്, ഡ്രവീഡിയൻ, യുറാലെൽറ്റൈക്, ഇൻഡോ ചൈനീസ് ആൻഡ് ഇൻഡോ-യൂറോപ്യൻ. ഇത്രയുമാണ് മേജർ ലാംഗ്വേജ് ഫാമിലീസ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡോ-യൂറോപ്യൻ ഫാമിലിയാണ്. Indo-European family covers most of the languages of India and Europe. It was spoken about 3000 to 3500 BC by nomadic tribes of Central Asia who wandered around the Black Sea. Indo-European family എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ യൂറോപ്പിലെ ഒരുവിധമുള്ള എല്ലാ ഭാഷകളും കവർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ ഗ്രാഫിലോട്ടൊന്ന് നോക്കുക. ഗ്രാഫ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല, ഈസി ആയിട്ട് ഞാനിത് പറഞ്ഞു തരാം. ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ആ ഗ്രാഫിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. Indo-European family has 8 branches. 8 branches ഉണ്ട്. നോക്കിക്കേ, ഇൻഡോ-ഇറേനിയൻ, അർമേനിയൻ, അൽബേനിയൻ, ബാൽട്ടോ-സ്ലാവോണിക്, ഹെലനിക്, ഇറ്റാലിക്, കെൽറ്റിക് ആൻഡ് ജർമാനിക്. ഇത് ഇത്രയുമാണ് 8 ബ്രാഞ്ചസ്. ഈ 8 ബ്രാഞ്ചസിനെ 2 ഡിവിഷൻസിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഈസ്റ്റേൺ ഗ്രൂപ്പ്, അടുത്തത് വെസ്റ്റേൺ ഗ്രൂപ്പ്, സെയ്റ്റം ആൻഡ് കെൻറ്റിക് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇൻഡോ-ഇറേനിയനും അർമേനിയനും അൽബേനിയനും ബാൽട്ടോ-സ്ലാവോണിക്കുമാണ് ഈസ്റ്റേൺ ഗ്രൂപ്പ്. ഇതേ ഗ്രാഫിൽ റൈറ്റ് സൈഡിൽ തന്നിട്ടില്ലേ, ഹെലനിക്ക്, ഇറ്റാലിക്ക്, കെൽറ്റിക്ക്, ജർമാനിക്ക്. ഇത് ഇത്രയുമാണ് വെസ്റ്റേൺ ഗ്രൂപ്പ്. ക്ലിയർ ആയല്ലോ? ഇൻഡോ-യൂറോപ്യൻ ഫാമിലീനെ 8 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡോ-ഇറേനിയൻ, അർമേനിയൻ, അൽബേനിയൻ, ബാൽട്ടോ-സ്ലാവോണിക്ക്, ഹെലനിക്, ഇറ്റാലിക്, കെൽറ്റിക് ആൻഡ് ജർമാനിക്. ഇതിലെ ഫസ്റ്റ് ഡിവിഷനായ ഇൻഡോ-ഇറേനിയനെ വീണ്ടും 2 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പേര് പോലെ തന്നെ ഇന്ത്യൻ ആൻഡ് ഇറേനിയൻ. ഇന്ത്യൻ്റെ കീഴിൽ വരുന്നത് സാൻസ്ക്രിറ്റ്, ക്ലാസിക് സാൻസ്ക്രിറ്റ്, പ്രാകൃത്.
ഇനി ഇറേനിയൻ്റെ കീഴിൽ വരുന്നത് ഓൾഡ് പേർഷ്യൻ, മിഡിൽ ഇറേനിയൻ, മോഡേൺ പേർഷ്യൻ. ഇത് പഠിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നിങ്ങൾ പഠിച്ച ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അടുത്തത് ബാൽട്ടോ സ്ലാവോണിക് എടുക്കുക. ബാൽട്ടോ സ്ലാവോണിക്കും രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും? ബാൽറ്റിക്, സ്ലാവോണിക്. ബാൽറ്റിക്കിൽ വരുന്ന ലാംഗ്വേജാണ് പ്രഷ്യൻ, ലിത്വേനിയൻ, ലെറ്റിഷ്. സ്ലാവോണിക്കിൽ റഷ്യൻ, ബൾഗേറിയൻ, സെർബിയൻ, പോളിഷ്, ചെക്ക് വരുന്നത്. ഹെലനിക്കിൽ വരുന്നത് ഗ്രീസിൻ്റെ ഡയാലക്ട്സ് മാത്രമാണ്. ഇനി ഇതിപ്പം ഞാൻ പറയുന്നത് വെസ്റ്റേൺ സെക്ഷൻ ആട്ടോ. ഇറ്റാലിക്കിൽ വരുന്നത് ക്ലാസിക് ലാറ്റിനും വൾഗർ ലാറ്റിനും. വൾഗർ ലാറ്റിൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന റൊമാൻസ് ലാംഗ്വേജസ് ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ് എക്സെട്ര. വെസ്റ്റേൺ സൈഡിൽ കെൽറ്റിക്കിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗൗലിഷ്, ബ്രിട്ടാനിക് ആൻഡ് ഗെയിലിക്. ഇനി വരുന്നതാണ് ജർമാനിക്. ഇതിലുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജർമാനിക് ആട്ടോ. ജർമാനിക് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. ജർമാനിക്കിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ആൻഡ് വെസ്റ്റ് ജർമാനിക്. ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇച്ചിരി കൺഫ്യൂസിങ് ആണെങ്കിലും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഗ്രാഫിനോടൊത്ത് ഞാൻ പറയുന്നതനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ പുറത്തുകൂടെ ഒന്ന് കൈവച്ച് പോയാലും മതി. ഈസ്റ്റ് ജർമാനിക്കിൽ ഗോത്തിക് ലാംഗ്വേജ് ആണ്. നോർത്ത് ജർമാനിക്കിൽ സ്വീഡിഷ്, ഡാനിഷ്, നോർവീജിയൻ, ഐസ്ലാൻഡിക്ക് വരുന്നുണ്ട്. അടുത്തത് വെസ്റ്റ് ജർമാനിക്. അതിനെ വീണ്ടും 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹൈ ജർമ്മൻ, ലോ ജർമ്മൻ, ആംഗ്ലോ ഫ്രിസിയൻ. ഹൈ ജർമ്മനിൽ ഡിവിഷനൊന്നുമില്ല. ലോ ജർമ്മനിൽ വരുന്നത് ഡച്ചും ഫ്ലെമിഷും. ഈ ലോ ജർമ്മനിന് ശേഷം ആംഗ്ലോ ഫ്രിസിയനിൽ വരുന്നത് ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. ഇത്രയേ ഉള്ളൂ. ഇൻഡോ യൂറോപ്യൻ ഫാമിലിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സേറ്റം ഗ്രൂപ്പ്, അതായത് ഈസ്റ്റേൺ ഗ്രൂപ്പ് എന്നും വെസ്റ്റേൺ ഗ്രൂപ്പ് എന്നും. ആകെ മൊത്തം ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽ 8 ബ്രാഞ്ചസ് ആണുള്ളത്. ഇൻഡോ ഇറേനിയൻ, അർമേനിയൻ, അൽബേനിയൻ, ബാൽട്രോസ്ലാവോണിക്, ഹെലനിക്, ഇറ്റാലിക്, കെൽറ്റിക് ആൻഡ് ജർമാനിക്. ആദ്യത്തെ 4 ഈസ്റ്റേൺ ഗ്രൂപ്പാണ്. അതായത് ഇൻഡോ ഇറേനിയനും, അർമേനിയനും, അൽബേനിയനും, ബാൽട്രോസ്ലാവോണിക്കും നമ്മുടെ ഈസ്റ്റേൺ ഗ്രൂപ്പാണ്. ഹെലനിക്ക്, ഇറ്റാലിക്ക്, കെൽറ്റിക്ക്, ജർമാനിക്ക് വെസ്റ്റേൺ സൈഡാണ്. ക്ലിയർ ആയല്ലോ? ഒന്ന് ഗ്രാഫ് നന്നായിട്ട് വായിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഇത്രയും സെഷനെ ഇന്ന് എടുക്കുന്നുള്ളൂ, ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ വന്നാൽ മതി, വായിച്ചാൽ മതി മക്കളെ. ഇത് വളരെ എളുപ്പമാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.